നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ.സി. വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കഴിഞ്ഞാൽ കോൺഗ്രസിലെ അധികാര കേന്ദ്രം. അങ്ങനെയല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ കോൺഗ്രസിലെ അധികാര കേന്ദ്രമാണ് കെ.സി. വേണുഗോപാൽ എന്ന് ചിലർ പറയുന്നു. കാരണം മല്ലികാർജുന ഖാർഗെ പോലും കെ.സി. പറയുന്നതിനപ്പുറം പോവുകയില്ല. അത്രയ്ക്ക് സ്വാധീനം കെ.സി. വേണുഗോപാലിന് ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ട്. കെ.സി. വേണുഗോപാലിന് ഒരു ആഗ്രഹം മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി സ്ഥാനമാണത്രേ. അതിനായി ഒരുപക്ഷെ അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും മത്സരിച്ചേക്കും എന്ന സൂചനയും ശക്തിയായി തന്നെ പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിൽ നിന്നും കെ.സി. വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. അതേതായിരിക്കും ആ നിയമസഭാ സീറ്റ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയായിരിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൽപ്പറ്റയിലെ ഇപ്പോഴത്തെ MLA ടി സിദ്ദിഖാണ്. വയനാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് 6 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണത്. ഈ രണ്ടുപേരുടെയും വിജയത്തിന് ചുക്കാൻ പിടിച്ചയാളാണ് കെ.സി. വേണുഗോപാൽ. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ് കൽപ്പറ്റ നിയോജക മണ്ഡലം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിന്ന് ജയിച്ച ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുക എന്നത് അത്ര ചില്ലറ കാര്യമല്ല. കാരണം ഇവർ രണ്ടുപേരും കെ.സി. വേണുഗോപാൽ നിൽക്കുകയാണെങ്കിൽ കൽപ്പറ്റയിൽ ദിവസങ്ങളോളം തമ്പടിച്ച് പ്രചാരണം നടത്തും. കാരണം ഇവർ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴെയാണ് ആ നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇറക്കിക്കൊണ്ട് വലിയ പ്രചാരണം അഴിച്ചുവിട്ടാൽ കൽപ്പറ്റയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ തനിക്ക് നിയമസഭയിൽ എത്താമെന്ന് കെ.സി. വേണുഗോപാൽ കരുതുന്നു. കാരണം ടി സിദ്ദിഖിനെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ടി സിദ്ദിഖൊക്കെ കെ.സിയുടെ ആശ്രിതൻ മാത്രമാണ്. സിദ്ദിഖിന് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് ഡൽഹിയിലേക്ക് വിടാൻ കെ.സി. വേണുഗോപാലിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അദ്ദേഹം പറയുന്നതേ നടക്കൂ. സിദ്ദിഖിനും അത് വളരെ താല്പര്യമാണ്. നിയമസഭയിൽ 5 വർഷം ഇരുന്നു, ഇനി 6 വർഷം രാജ്യസഭയിൽ ഇരിക്കുക, അതെല്ലാം വളരെ സന്തോഷമുള്ള, സൗകര്യമുള്ള, സുഖപ്രദമായ കാര്യമാണ്. അഖിലേന്ത്യാ തലത്തിൽ തനിക്കൊരു ശ്രദ്ധയും കിട്ടുമെന്ന് ടി സിദ്ദിഖിന് അറിയാം. അതുകൊണ്ട് സിദ്ദിഖ് വളരെ സന്തോഷവാനാണ്. കെ.സി. എപ്പോൾ പറയുന്നു ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം എന്നുള്ള നിലയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് കൽപ്പറ്റയിൽ നിന്നും മത്സരിച്ച് കെ.സി. വേണുഗോപാൽ നിയമസഭയിൽ എത്തിയേക്കാമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ നമ്മൾക്ക് നൽകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റും അദ്ദേഹം നോക്കുന്നുണ്ടെന്നാണ് കേൾവി. ഇരിക്കൂർ പോലുള്ള മണ്ഡലത്തിൽ അത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമാണ്. കഴിഞ്ഞ 30-ലധികം വർഷമായിട്ട് 40 വർഷമായിട്ട് തന്നെ കോൺഗ്രസ് തോൽക്കാത്ത മണ്ഡലങ്ങളിലൊന്നാണ് ഇരിക്കൂർ. അവിടെ നിന്നും ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. കൽപ്പറ്റയാണോ ഇരിക്കൂറാണോ എന്ന് സംശയമാണ് ഇപ്പോൾ ബാക്കിയുള്ളതെന്നവർ പറയുന്നു. കാരണം ഇരിക്കൂറിൽ ക്രൈസ്തവ ഭൂരിപക്ഷം നന്നായുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇടപെട്ടാൽ കത്തോലിക്ക സഭ അവിടെ കെ.സി. വേണുഗോപാലിന് പിന്തുണ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സജീവ് ജോസഫിനെ നേരെ രാജ്യസഭയിലേക്ക് അയക്കാം. ഇപ്പോഴത്തെ MLA സജീവ് ജോസഫിനെ നേരെ രാജ്യസഭയിലേക്ക് അയക്കാം. അതും കെ.സി. വേണുഗോപാൽ വിചാരിച്ചാൽ നടക്കും. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കെ.സിയെ ജയിപ്പിക്കണമെന്ന് സഭയോട് പറഞ്ഞാൽ പിന്നെ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് അതിനപ്പുറം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയുള്ള നീക്കങ്ങളാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്ന ആൾ വി.ഡി. സതീശനാണ്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഉരുത്തിരിഞ്ഞതെന്നാണ് കോൺഗ്രസിൻ്റെ അണിയറ വർത്തമാനം. കെ.സി. വേണുഗോപാലിനെ ശക്തിയായി പ്രതിരോധിക്കാനുള്ള വി.ഡി. സതീശൻ്റെ ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം, മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല.